മധ്യമേശ്വർ ട്രക്കിൻ്റെ ആദ്യത്തെ പാർട്ട് വീഡിയോ നമ്മൾ ഗോണ്ടാർ വില്ലേജിലാണ് നിർത്തിയത്. അപ്പോൾ വില്ലേജിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു. ഇതിൻ്റെ ഈ വീടുകളിലൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടുകൾ മരത്തിനും കൊണ്ടും പിന്നെ കല്ലുകൾ ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ടൊക്കെയാണ് ഈ വീടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിപ്പോൾ ഇതിൽ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേൽക്കൂരകളുണ്ടല്ലോ, കല്ലുകൊണ്ടാണ് മേൽക്കൂര ഉണ്ടാക്കിയിട്ടുള്ളത്. രുദ്രപ്രയാഗ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ട്രക്ക് നമുക്കൊരു ഈസി ടു മോഡറേറ്റ് വേയിൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. മൺസൂണിൽ ട്രക്ക് ചെയ്യുമ്പോൾ സ്ലിപ്പറുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ റെയിൻകോട്ട് പോലെയുള്ള സാധനങ്ങൾ എടുക്കാനും മറക്കരുത്. ബാഗും മറ്റു വസ്ത്രങ്ങളും നല്ല രീതിയിൽ പ്ലാസ്റ്റിക് കവർ കൊണ്ട് കവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും ഒരു ബുദ്ധിമുട്ടായി മാറാൻ സാധ്യതയുണ്ട്. റാൻസി മുതൽ ഗോണ്ടാർ വരെ ഒരു നോർമൽ ട്രക്കാണെങ്കിലും ഗോണ്ടാർ മുതൽ ബന്തോളി വരെ കുറച്ച് സ്റ്റീപ്പറാണ്. പക്ഷേ അതിൽ ഏറ്റവും മനോഹരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മധ്യമേശ്വർ ഗംഗ റിവർ ഇങ്ങനെ ഫോളോ ചെയ്ത് നമുക്ക് ട്രക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. സാധാരണ രീതിയിൽ ട്രക്ക് പ്ലാൻ ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ബെസ്റ്റ് ടൈം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ മെയ് മുതൽ ജൂൺ വരെ, അതായത് പ്രീ മൺസൂൺ ടൈം. അതല്ല എന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ ടു ഒക്ടോബർ പോസ്റ്റ് മൺസൂൺ. ഗട്ടറിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഫോറസ്റ്റിൻ്റെ പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് പ്ലാസ്റ്റിക്കിൻ്റെ കൗണ്ടും കാര്യങ്ങളൊക്കെ എടുക്കും. ഇവിടുന്ന് വരുന്ന മോളെ ഞാൻ എത്ര കിലോമീറ്ററിന് അറിയാം? എത്ര കിലോമീറ്ററിന് കുറേ ഉണ്ടോ? ബന്തോളി വില്ലേജ് കഴിയുന്നതോട് കൂടിയിട്ട് ട്രക്കിൻ്റെ രീതി തന്നെ മാറും. ബന്തോളി മുതൽ ഞാനും മധ്യമേശ്വർ വരെയുള്ള ട്രക്കിനെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഒരു ചായ കുടിക്കാം.